സോ അപ്പൊ നമ്മള് പഞ്ചിന്റെ ഒരു ഡീറ്റെയിൽഡ് ഓണർഷിപ്പ് റിവ്യൂയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതൊരു 10,000 കിലോമീറ്റേഴ്സോളം ഓടിയൊരു വണ്ടിയാണ്. ഒരു 3.5 മാസമാണ് എടുത്തിട്ടായിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്തിന്റെ വാഹനമാണ്. അദ്ദേഹമാണ് ഡ്രൈവ് ചെയ്യുന്നത്. പുള്ളി പേര് ജിബിൻ ആണ്. ഈ ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഒരു ഫോർമലായിട്ട് അദ്ദേഹം എന്നൊക്കെ വിളിക്കുന്നുള്ളൂ. നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ടേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോ ആ സമയം തൊട്ടേ വാഹനങ്ങളോടൊക്കെ ആ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഇലക്ട്രിക്കിലേക്ക് എന്തുകൊണ്ട് വന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ അതിനു മുമ്പേ ഈ ഒരു പഞ്ച് ഡോട്ട് ടിവിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം നെക്സോൺ ആണ് ടാറ്റയുടെ ഫസ്റ്റ് വന്നൊരു ഇ വി പ്രൊഡക്റ്റ് ഇന്ത്യയിൽ. അപ്പോൾ നെക്സോൺ അതുപോലെ ടിയാഗോ വന്നു. പക്ഷേ പഞ്ച് ഡോട്ട് ടി വി എന്ന് പറയുന്നത് ഇവരുടെ ഫസ്റ്റത്തെ ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ് പറയുന്നത്, പ്രോപ്പർ ഇലക്ട്രിക് വെഹിക്കിൾ. കാര്യം അതിന് ടാറ്റ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം അവർ സ്വന്തമായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുത്തു. ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ആക്റ്റീവ്. അപ്പോൾ ആ ഒരു ആക്റ്റീവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫസ്റ്റ് പുറത്തു വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു പഞ്ച് ഡോട്ട് ടി വി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസുകൾ കാണാൻ സാധിക്കും. ക്വാളിറ്റിയിലായിക്കോട്ടെ, ഒരു പറയുന്ന റേഞ്ചിലായിക്കോട്ടെ, നമുക്ക് കസ്റ്റമർക്ക് കിട്ടുന്ന റേഞ്ചിലായിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്ന ഈ അടുത്തിടെ വന്ന യൂസർ റിവ്യൂസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഇത്രത്തോളം ഓടിയ വാഹനമായതുകൊണ്ട് തന്നെ, ഇത്ര ചുരുങ്ങിയ കാലയളവിൽ ഇത്രത്തോളം ഓടിയ വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് യൂസോട് ചോദിക്കാം. അപ്പോൾ ജിബിനെ, വെൽക്കം ടു അവർ വീഡിയോ. ഇദ്ദേഹം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ ഫീൽഡിലാണ്. ഇൻഷുറൻസ് സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അറിയായിരിക്കുമല്ലോ, ഒരുപാട് ട്രാവലിംഗ് വരുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന വാഹനം അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇലക്ട്രിക്കിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിതിന് ഫസ്റ്റ് ചോദിക്കാനുള്ളൊരു ചോദ്യം, എല്ലാവരുടെയും ഒരു ഡൗട്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഇതിന്റെ റിലയബിലിറ്റി. ഒരാൾ ഇലക്ട്രിക് വാഹനം ചൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം, അപ്പം നമ്മൾ നോർമലി പെട്രോൾ ഓർ ഡീസൽ വാഹനങ്ങൾ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഇലക്ട്രിക്കിലേക്ക് മാറണം അല്ലെങ്കിൽ ഇലക്ട്രിക് മാറാം എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിൽ വരും. ഇത് എത്രത്തോളം റിലയബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈ പെട്രോൾ പമ്പുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീസൽ പമ്പുകളൊക്കെ ഒരുപാട്, നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അൺലെസ് ഇത് ലഡാക്കോ അങ്ങനെയുള്ള ലോങ് ട്രിപ്സ് അല്ലാതെ, അല്ലെങ്കിൽ അത്തരത്തിലും പെട്രോൾ ഈ ഒരു ഫ്യൂവൽ സ്റ്റേഷൻസ് അൺഅവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളല്ലാതെ നോർമൽ ട്രാവലിംഗിൽ നമുക്കൊരു പ്രത്യേകിച്ച് പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളാകുമ്പോഴത്തേനും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അത്രത്തോളം ഇപ്പോൾ ഡെവലപ്ഡ് ആവാത്തത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്ലാനിങ്ങുകൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റിലയബിലിറ്റി, നമുക്ക് ഈ ഒരു ബാറ്ററി എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഈ വാഹനങ്ങൾ ഇപ്പോൾ മാനുഫാക്ചേഴ്സ് എല്ലാം നല്ലൊരു വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് ട്രസ്റ്റബിൾ ആണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജിബിനെ, നമ്മള് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളെല്ലാവരും ഓരോ ഇന്ന വാഹനം എടുക്കണം, ഇതെടുക്കണം എന്നുള്ള രീതിക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ പോലും നമ്മൾ അന്ന് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പോകത്തില്ല. കാര്യം പെട്രോൾ വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോ മാത്രമല്ല, ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഒരു പ്രത്യേക പർപ്പസ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വേണ്ടി വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോ ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതില് ഇലക്ട്രിക് വാഹനം ആദ്യമായിട്ട് ചൂസ് ചെയ്തതും ഇത്രയോ കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. എന്താണ് ഈ ഒരു ഓൾറെഡി ഒരു ഓൾട്ടോ ഉണ്ടായിരുന്നു, അപ്പൊ അത് അപ്ഗ്രേഡ് ഉപയോഗിച്ചോണ്ടിരുന്ന വണ്ടി. അതിനുശേഷമാണ് ഞാനിപ്പോ 3.5 മാസമായിട്ടാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്, പഞ്ച് ഇ വി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു പഞ്ച് ഇ വിയിലേക്ക് ഇലക്ട്രിക്കിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം, അല്ലെങ്കിൽ ഇലക്ട്രിക് എന്തുകൊണ്ടാണ് ഈ ഒരു ഇലക്ട്രിക് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? മെയിൻ ആയിട്ടുള്ളത് ചെലവ് കുറയ്ക്കുക. എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. എനിക്ക് ജോലി സംബന്ധമായിട്ടും എനിക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കാണേലും നന്നായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുന്ന ആളാണ്. ജോലി ആവശ്യം നന്നായിട്ട് കവർ ചെയ്യാനുണ്ട്, കുറെ ഏരിയ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പൊ ആ സഞ്ചരിക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ടും പിന്നെ നമ്മുടെ പോകുമ്പോൾ ഉള്ള മാസം വരുന്ന ഒരു എക്സ്പെൻസ് കുറയ്ക്കാനും കൂടി കൂടിയിട്ടാണ് ഞാൻ പഞ്ച് ഇ വി സെലക്ട് ചെയ്തത്. അത് എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ സംതൃപ്തനാണ് താൻ. ഓക്കെ, ഇപ്പൊ ഈ ടാറ്റയുടെ അല്ലെങ്കിൽ ടാറ്റ എന്ന മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഒരു അറൌണ്ട് 15 സംതിങ് ആയിട്ടുണ്ടോ അല്ലെ? അപ്പൊ കുറച്ച് എമൗണ്ടോടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സോൺ ഇ വി എടുക്കാം, അതല്ലെങ്കിൽ എം ജിയുടെ ഇ വി ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഈ ഒരു പഞ്ച് ഇ വി അതിലേക്ക് വരാൻ, അതിപ്പം ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. എടുത്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഞ്ച് ഇ വി വന്ന് ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ ഒരു തൊടുപുഴ ആ ഒരു റീജിയണിൽ ഏകദേശം
ആദ്യത്തെ വണ്ടി അല്ലെങ്കിൽ ആദ്യത്തെ സീരീസ് വണ്ടികളിൽ ഒന്നാണ് ഈ വണ്ടി. അപ്പോ എന്താണ് അത്രത്തോളം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ എടുത്തു, അല്ലെങ്കിൽ നെക്സോണിലേക്ക് അല്ലെങ്കിൽ എംജിയിലേക്ക് ഒന്നും പോയില്ല? എന്തുകൊണ്ടാണ് ഈ 5 GB തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? നമ്മൾ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് അത്യാവശ്യം ഒരു എക്സ്യൂ ടൈപ്പുള്ള വണ്ടി എടുക്കണം എന്ന് തന്നെയായിരുന്നു നമ്മൾ നേരത്തെ കോളേജ് പഠിക്കുന്ന സമയത്ത്. കാരണം അത് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എനിക്കൊരു പ്ലാൻ ഡീസൽ നെക്സോൺ ആയിരുന്നു എന്റെ പ്ലാനിലുണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് എനിക്ക് ജോലി സംബന്ധമായിട്ട് ഇത്ര ഓട്ടം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ വണ്ടി ഒരെണ്ണം എടുക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. ആൾട്ടോ മാറി എടുക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പൊ എനിക്ക് ഈ ജോലി മാറിക്കഴിഞ്ഞിട്ട് ഈ ആൾട്ടോയും കൊണ്ട് എന്തായാലും അത്ര ദൂരം പോകാൻ പറ്റില്ല. നമുക്ക് പെട്രോൾ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് ഹെവി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് എടുക്കാനുള്ള തീരുമാനം എടുത്തു, ചെലവ് കുറയ്ക്കാന്നുള്ള രീതി. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ നോക്കി തുടങ്ങിയ സമയത്ത് ടിയാഗോ, ഈ പറഞ്ഞ പോലെ നെക്സോൺ ഉണ്ട്, MG-യുടെ കോമറ്റ്, അങ്ങനെയുള്ള വണ്ടികളെല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് എക്സ്യൂ ടൈപ്പ് ഒരു വണ്ടി വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ഈ 5 GB ലോഞ്ച് ചെയ്ത്. അപ്പൊ ഞാൻ ആ ഒരു കാര്യത്തിൽ സംതൃപ്തനായി. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ നോക്കി, ഇത് എത്ര റേഞ്ച് ആണ് കിട്ടുന്നതെന്നുള്ളത്, പിന്നെ ഇതിന് പവർ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. കാര്യം ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് ഈ EV എങ്ങനെയാണ് അതിന്റെ ഒരു റെസ്പോൺസ് കാര്യങ്ങൾ അറിയത്തില്ലല്ലോ. ഇല്ല. അതുപോലെ തന്നെ ഇതിനിപ്പോ ആക്ച്വലി 2 റേഞ്ച് കൊടുക്കുന്ന വേരിയൻസ് ഉണ്ട്. ഒരു 90 kW ബാറ്ററി ഉള്ളതുകൊണ്ട് ഒരു 60 kW ബാറ്ററികളുണ്ട്. ഇത് ലോങ് റേഞ്ച് വേരിയന്റ് ആണ് വരുന്നത്. 90 kW ബാറ്ററി വരുന്ന ലോങ് റേഞ്ച് വേരിയന്റ് ആണ് നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് എത്രയാണ് കമ്പനി പറയുന്ന ഒരു റേഞ്ച്? കമ്പനി പറയുന്നത് 420 ആണ് കമ്പനി പറയുന്നത്. നമുക്ക് റിയൽ ലൈഫിൽ എനിക്കൊരു 300 ആവറേജ് എന്തായാലും കിട്ടുന്നുണ്ട്. 350 വരെ കിട്ടിയ സമയമുണ്ട്. ഹൈ റേഞ്ച് ഞാൻ കൂടുതൽ ഇടുക്കി ജില്ലയാണ് കൂടുതൽ ഓടുന്നത്. അപ്പൊ പലർക്കും സംശയമുള്ള കാര്യം ഇടുക്കി ജില്ലയിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. ഇടുക്കി ജില്ലയിലൊക്കെ എനിക്ക് ഒരു 250-300 എന്തായാലും കിട്ടുന്നുണ്ട്. ആ റേഞ്ച് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. ഈ ഹിൽ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മളൊരു കയറ്റം കയറുമ്പോൾ ഇറക്കം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് റീജനറേഷൻ വഴി നമുക്ക് റേഞ്ച് ഇൻക്രീസ് ആവുന്നുണ്ടായിരിക്കും. നമ്മളൊരു കയറ്റം കയറി പോകുന്നുണ്ടെങ്കിൽ ആ ഇറക്കം ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഇറക്കം ഇറങ്ങുമ്പോൾ നമുക്ക് റീജനറേഷൻ കിട്ടും. ഇപ്പം ഞങ്ങൾ അവിടെ ഞാൻ നോക്കിയിരിക്കുന്ന ഒരു കയറ്റമുണ്ട്, വണ്ണപ്പുറത്തും കയറി പോകുന്ന ഒരു കയറ്റം. അവിടെ 7% അവിടെ നമ്മൾ ടോപ്പിൽ ചെല്ലുന്നവരെ എടുക്കുന്നത്. ആ ഇറക്കം തന്നെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ 5% നമുക്ക് തിരിച്ചു കിട്ടും. ലോസ്റ്റ് ആവുന്നത് 2% മാത്രം ലോസ്റ്റ് ആവുന്നത്. വൈഫിന്റെ വീട് അവിടെയാണ്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചുമ്മാ കയറി പോയിട്ട് തിരിച്ച് അതുപോലെ തന്നെ ഇറങ്ങി വരുമ്പോൾ ആ ചാർജ് അതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അത് ശരിക്കും ഭയങ്കര ബെനിഫിറ്റ് ആണ്. ഇടുക്കിയിലൊക്കെ കയറ്റമാണ് അങ്ങനെയാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് അതൊരു കുഴപ്പമേ അല്ല. നമുക്ക് റീജനറേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ നമ്മുടെ സ്റ്റിയറിംഗ് കൺസോളിന്റെ മറ്റുള്ള ഓട്ടോമാറ്റിക് വാഹനങ്ങളിലും കാണിച്ചിരിക്കുന്ന പോലെ പാഡിൽ ഷിഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അത് ആക്ച്വലി പാഡിൽ ഷിഫ്റ്റേഴ്സ് ആണോ അതോ ഈ റീജനറേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന പെഡൽസ് ആണോ? റീജനറേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ലെവൽസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പെഡൽസ് ആണോ? അതെ, റീജനറേഷൻ ലെവൽ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഇത് കൊടുത്തേക്കുന്നത്. ഒരു സൈഡ് മൈനസ് ഒരു സൈഡ് പ്ലസ് ആയിട്ടാണ്. അപ്പൊ ഈ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീജനറേഷന്റെ ലെവൽ കൂടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അതെ. നമുക്ക് ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഇറക്കമൊക്കെയാണ്, നല്ല ചുരം പോലത്തെ വലിയ ഇറക്കമൊക്കെ ആണെങ്കിൽ നമുക്ക് ലെവൽ 3 ഇടാം. അപ്പൊ നമ്മൾ ബ്രേക്ക് പോലും ചിലപ്പോൾ സമയത്ത് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. നല്ലൊരു പിടുത്തം ഉണ്ടാവും. റീജനറേഷൻ നന്നായിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുകയും ചെയ്യും റീജനറേഷൻ നടക്കുന്നത്. ഒരു നോർമൽ ലെവലായിട്ടുള്ള റോഡൊക്കെ ആണെങ്കിൽ കൂടുതലും നമുക്ക് ലെവൽ 1 ഇടാതെ L1, L2, L3 ഒന്നും ഇടാണ്ട് ഓടിക്കാം. ലെവൽ റോഡ് നമുക്ക് കുറച്ചൊന്നും ബ്രേക്ക് പിടിച്ചൊക്കെ പോകേണ്ടതാണെങ്കിൽ L1 ഇട്ട് ഓടിക്കാം. അല്ലാതെ ചെറിയ ഇറക്കങ്ങളൊക്കെ ആണെങ്കിൽ L2 ഇട്ട് ഓടിക്കാം. നമുക്കത് ഓടുമ്പോൾ തന്നെ പ്ലസ് ചെയ്യണമെങ്കിൽ മൈനസ് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. വണ്ടി ഡ്രൈവിംഗ് തന്നെ നമുക്ക് അങ്ങനെ ചെയ്തിടാം. അപ്പൊ നമുക്ക് ഇപ്പൊ ആക്സിഡന്റ് എടുത്ത് നമുക്കിപ്പോ ഒരു പോണ ദൂരത്ത് ഒരു 400 മീറ്ററിനപ്പുറം നമ്മൾ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിഡന്റ് കാലെടുത്ത് റീജനറേഷൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക് പോലും പിടിക്കേണ്ടി വരില്ല. തന്നെ അവിടെ ചെന്ന് നിൽക്കും. നമുക്ക് അന്നേരം എനർജി യൂസ് ചെയ്യില്ല, പകരം നമുക്ക് എനർജി തിരിച്ച് കയറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചാർജിങ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഇപ്പോ ഈ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ അത്രത്തോളം ഡെവലപ്പായി വരുന്നുള്ളൂ. പലയിടത്തും ചാർജിങ് സ്റ്റേഷൻസ് വരുന്നുണ്ട്. എന്നാൽ പോലും സ്റ്റിൽ ഇപ്പോഴും കുറെ ഏറെ സ്ഥലങ്ങളിൽ ചാർജിങ് സ്റ്റേഷൻസ് മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഇതിന്റെ ചാർജിങ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ നമ്മൾ വാഹനം എടുത്ത സമയത്ത് പറയുന്നുണ്ടായി ഇതിനൊരു സ്ലോ ചാർജിങ് ആവശ്യമാണ്. ഇത്ര ഫാസ്റ്റ് ചാർജിങ്ങിന് ശേഷം ഒരു സ്ലോ ചാർജിങ് ആവശ്യമാണ്. അങ്ങനെ ഒരു രീതിക്ക് കുറച്ച് ഒരു ക്രൈറ്റീരിയസ് അവർ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ ചാർജിങ് പ്രോസസ് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാം. കാരണം നമുക്കിപ്പോ ഈ വാഹനം എടുക്കാനിരിക്കുന്ന സ്റ്റിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു ഫ്യൂവൽ ഗ്യാസിൽ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ ഓടുന്ന വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഈ ചാർജിങ് പ്രോസസ്സിനെ കുറിച്ച് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഒരു അവബോധം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതെങ്ങനെയാണ് ഈ ചാർജിങ് പ്രോസസ്? ചാർജിങ് പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് സ്ലോ ചാർജിങ് തന്നെയാണ് ബാറ്ററി ലൈഫിന് എപ്പോഴും നല്ലതെന്നാണ് കമ്പനി പറയുന്നതല്ല. സ്ലോ ചാർജ് എന്ന് പറയുമ്പോൾ നമ്മള് വൈകിട്ട് കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലെ ചാർജ് ആവും. അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. ഒരു
13 മണിക്കൂറൊക്കെ നമ്മൾ എടുക്കും. 9 മണിക്കൂർ 13 നമ്മൾ കൊണ്ട് ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ ഉള്ള ചാർജ് അനുസരിച്ചിരിക്കും എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 20% ഒക്കെ ആണെങ്കിൽ പോലും ഒരു 13 മണിക്കൂറൊക്കെയാണ് നമുക്ക് എടുക്കുക. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഇത് വെച്ച് ഉദാഹരണം പറയുവാണെങ്കിൽ, ഞാൻ വൈകിട്ട് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരു 7 മണിയാകുമ്പോൾ കുത്തിയിടും. ഞാൻ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് അത് ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഒരു 300 കിലോമീറ്ററോളം സുഖമായിട്ട് ഓടാൻ പറ്റും. അത് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തേക്കും? വീട്ടിൽ തന്നെ ചെയ്യും. അത് കമ്പനി ആയിട്ട് തരുന്നതാണ്. ഞാൻ ഫാസ്റ്റ് ചാർജിങ് എടുത്തില്ല. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഒരു 50,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ ഫാസ്റ്റ് ചാർജിങ് കിട്ടും. അത് AC ഫാസ്റ്റ് ചാർജിങ്. അതായത് നമുക്ക് 5.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. നമ്മൾ ഈ 13 മണിക്കൂർ എന്നുള്ള 5.5 മണിക്കൂർ ആവും. അത് കൂടാണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് പുറത്തുനിന്ന് ചാർജ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ 300 ചാർജ് കിട്ടി, ഞാനത് കുറച്ച് ദൂരം ഒരു 250 കിലോമീറ്റർ ഒക്കെ ഓടി കഴിഞ്ഞ് എനിക്ക് വീട്ടിലെത്താൻ ഇനിയും ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാം. ആ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന ഓപ്ഷനിൽ നമുക്ക് 10% മുതൽ 80% വരെ കമ്പനി പറയുന്നത് 56 മിനിറ്റ് ആണ് പറയുന്നത്. അത് 1 അവർ അല്ലേ? ഏകദേശം 1 അവർ. 80% എന്ന് പറയുന്നത് എന്താ വെച്ചാൽ 80% വരെ ചാർജ് ആവും. ബാക്കി 20% ഉള്ളത് 100% ആകാനുള്ള 20% ബാലൻസിങ് ആണ്, സെല്ലുകൾ ബാലൻസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് കുറച്ചുകൂടെ സമയം എടുക്കും. ഞാനത് നോക്കിയിരുന്ന ഒരു അരമണിക്കൂറോടെ കൂടുതൽ എടുക്കും. അതായത് 100% ആക്കുവാണെങ്കിൽ ഒരു 1.5 മണിക്കൂറും, അല്ലാണ്ട് നമ്മൾ നോർമൽ ടോപ്പ് ചെയ്ത് കുറച്ച് ദൂരം പോകാനുള്ളതാണെങ്കിൽ ഒരു മണിക്കൂർ മതി. അതായത് നമ്മളൊരു ഫുഡ് കഴിച്ച് കുറച്ച് സമയം കൂടെ എടുക്കുന്ന സമയം. അപ്പൊ ഇത് ഈ പറഞ്ഞത് പുറത്തുള്ള ചാർജ്. വീട്ടിൽ സെറ്റ് ചെയ്ത് തരുന്ന ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ അതിന് 5 മണിക്കൂർ 5.5 മണിക്കൂർ ചാർജ്. 5.5 മണിക്കൂർ നമ്മൾ പറയുമെങ്കിൽ നമ്മൾ റിയൽ ലൈഫ് നോക്കുമ്പോൾ ഇപ്പൊ ഈ 13 മണിക്കൂർ എന്ന് പറയുന്നതാണെങ്കിൽ പോലും കുറച്ച് സമയം അങ്ങോട്ട് കൂടുതൽ എടുക്കും. ചിലപ്പോൾ കറണ്ട് പോകുന്ന സമയം ഉണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ എനിക്ക് മൊബൈലിൽ നോക്കാൻ പറ്റും എത്ര ശതമാനം ചാർജ് ആയിരുന്നു. ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് എത്ര ശതമാനം ചാർജ് ആയെന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ ഈ മഴയുള്ള സമയത്ത് കറണ്ട് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ചാർജ് ആവില്ല. പക്ഷെ എന്നാലും രാവിലെ ആവുന്നതേ നമുക്ക് ചാർജ് ചെയ്യാം. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ചാർജ് നോക്കും. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മിക്സിംഗ് ആണ്. അതായത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അടുത്ത് ടൗണിലുണ്ട്. നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിന് ടൗണിൽ പോയി നമുക്ക് ചാർജ് ചെയ്യാം. അതല്ല നമുക്ക് ജോലി, അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഫുൾ ചാർജ് യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ശരിക്കും ചാർജിങ്ങിന്റെ ഇത് വരുന്നത് വെച്ചാല് നമുക്ക് 2 തവണ അല്ലെങ്കിൽ 3 തവണ ചെയ്ത് കഴിയുമ്പോൾ 3-ാമത്തെ തവണ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് അല്ല സ്ലോ ചാർജിങ് തന്നെ ചെയ്യണമെന്നാണ്. 2 തവണ ഫാസ്റ്റ് ചാർജിങ്, 2 തവണ സ്ലോ ചാർജ്, 2 തവണ ഫാസ്റ്റ് ചാർജിങ്, അത് കഴിഞ്ഞ് ഒരു സ്ലോ ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് കമ്പനി തന്നെ നമ്മള് മാനുഫാക്ചർ അവരുടെ പാർട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അഡ്വൈസ് ആണ്. അതെ. പക്ഷെ നമ്മള് റിയൽ ലൈഫിൽ നമുക്ക് ദൂരമൊക്കെ പോകാനൊക്കെ ഉള്ളപ്പോൾ നമുക്കത് എല്ലാ സമയത്തും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ആ 3-ാമത്തെ തവണ ചെയ്യുമ്പോൾ ഞാൻ പലരും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് 3-ാമത്തെ തവണ ചെയ്യുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ആണ് ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ 100% ചാർജ് ആക്കുക. അപ്പൊ അത് 3-ാമത്തെ തവണ 100% ചാർജ് ആയി. പിന്നെ നമ്മൾ കുറച്ച് ചാർജ് ചെയ്തായിട്ട് അങ്ങനെ ചാർജ് 3-ാമത്തെ തവണ ചെയ്യുമ്പോൾ നമ്മൾ 100% ആക്കുക. അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പോ നമ്മൾ ഈ ഒരു 10,000 കിലോമീറ്റേഴ്സിനുള്ളില് ഒരുപാട് ലോങ് ട്രിപ്പുകൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. വാൽപ്പാറയൊക്കെ പോയി. തീർച്ചയായിട്ടും നമുക്ക് ലോങ് ട്രിപ്പ് പോകാനായിട്ടൊരു ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ടാവും. ഇലക്ട്രിക് ബൈക്കിലാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ലോങ് ട്രിപ്പോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴത്തേനും എത്രത്തോളം ഇതിന്റെ പ്ലാനിങ് എങ്ങനെയാണ്? നമ്മള് ഈ ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് മാപ്പ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതല്ല ഇപ്പൊ നമുക്ക് ഈ ടാറ്റ തന്നെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അവരുടേതായിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് എവിടെ ഉണ്ടോ? അതോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ഇത് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് അങ്ങനെ എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ എല്ലാരും, ഞാൻ വണ്ടി എടുത്ത സമയത്ത് അത് വിട്ട് പറയാം. അതായത് വണ്ടി എടുത്ത സമയത്തൊക്കെ എല്ലാരും പറയുന്നു ഞാൻ ഇലക്ട്രിക് വണ്ടിയാണ് എടുക്കാൻ പോണേന്ന് പറഞ്ഞു ഒരു പ്രൈമറി വണ്ടി ആയിട്ട് ഒരു വണ്ടി ഉണ്ടെങ്കിൽ സെക്കൻഡറി വണ്ടി ആയിട്ടാണ് എല്ലാരും ഇലക്ട്രിക് എടുക്കുക. അതായിരിക്കും നമ്മളെ കൂട്ടത്തിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത്ര ഒരു ഹ്യൂജ് എമൗണ്ട്, ഇതൊരു കോമ്പാക്ട് മൈക്രോ SUV ആണ്. അപ്പോ നമുക്ക് അത് ഇലക്ട്രിക് ആണ്. അപ്പോ നമ്മൾ അത്ര ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് പ്രൈമറി വണ്ടി ചോദിച്ചിരുന്നത് റിസ്ക് അല്ലേ ഇലക്ട്രിക് എടുക്കുമ്പോൾ? അതെ, നമുക്ക് ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കിപ്പം ട്രിപ്സ് നമ്മള് ഒബ്വിയസ്ലി ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോഴത്തേനും അങ്ങനെ പ്രശ്നമല്ല. കാരണം നമ്മള് എല്ലാരും അങ്ങനെ ഒരു പ്രശ്നം പറ്റില്ല. ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് അവരുടെ കംഫർട്ട് നോക്കണം, ആ ഒരു കൺവീനിയൻസ് കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാർജിങ് സ്റ്റേഷൻസിന്റെ ഒരു പ്രശ്നം അപ്പൊ വരില്ല എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാനിത് പ്രൈമറി വണ്ടിയായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്, ഫ്രണ്ട്സ് ആയിട്ട് പോയിട്ടുണ്ട്, ഞങ്ങള് കൂടെ ജോലി ചെയ്യുന്നവർ ഒരുമിച്ച് ട്രിപ്പ് പോയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മള് അത് എന്താണ് സംഭവം എന്ന് വെച്ചാല് ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ ഡെവലപ്പ് ആയി വരുന്നുള്ളൂ. പണ്ട് കാലത്ത്
ഈ ഹൈ റേഞ്ചിലേക്കെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് പെട്രോൾ പമ്പുകൾ ഒത്തിരി ഇല്ലാത്ത സമയത്ത് ആദ്യ സമയത്ത് ആ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിക്കും, ബാക്കി ജാറിൽ മേടിച്ച് വെച്ചിട്ട് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പെട്രോൾ വണ്ടി ഇപ്പോഴാണ് ഇത്തരം പമ്പുകളൊക്കെ ആയത്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നവർക്കും ഉള്ളത്. അതായത് വളർന്നു വരുന്നു പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ഏകദേശം എല്ലായിടത്തും തന്നെ ചാർജിങ് ഉണ്ട്. ചില ഏരിയകളിൽ മാത്രമാണ് നമുക്ക് അതെങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് പല പല ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് പല പല കമ്പനികളിലാണ് ചാർജർ, പിന്നെ KCB പ്രൊവൈഡ് ചെയ്യുന്ന ചാർജർ ഉണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ആണെന്നേ ഉള്ളൂ. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ എന്തോ ഒരുമിച്ച് ഒരു ആപ്ലിക്കേഷൻ ആക്കും അങ്ങനെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പല കമ്പനികളുണ്ട്. GoEC, സിയോൺ, ഇവോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് KCBയുടെ തന്നെ ഉണ്ട്. അതിന് ഓരോ ആപ്ലിക്കേഷൻ ഉണ്ട്. പ്ലഗ് ഷെയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ അകത്താണെങ്കിൽ നമുക്ക് നമ്മൾ പോണ വഴിക്ക് നമ്മൾ മാപ്പിട്ട് നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്പ് ഇടുന്ന പോലെ മാപ്പിട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ചാർജ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ളത് കാണിക്കും. അപ്പൊ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഞാൻ ഇപ്പൊ കായംകുളം പോയിട്ടുണ്ടായിരുന്നു. കായംകുളം പോയപ്പോ ഞാൻ ഇവിടുന്ന് ഫുൾ ചാർജ് ആക്കിയിട്ടാണ് പോയത്. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോവുക. അതാണ് അതിന്റെ അകത്ത് ഒരു മെയിൻ കാര്യം. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് എവിടെ പോവുകയാണെങ്കിലും ഞാനിപ്പോ ഇവിടുന്ന് പോയപ്പോ ഇവിടുന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ മാപ്പ് നോക്കിയപ്പം ഇന്നപോലെ കായംകുളത്ത് ചാർജ് സ്റ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അവിടെ ചെന്നു, ഞങ്ങൾ വണ്ടി കുത്തിയിട്ടു, എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 30% എന്തോ ആ ഒരു ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് 90%-ഓളം ചാർജായി. അതിനുശേഷം ഞങ്ങൾ അവിടെ വീട്ടിലെല്ലാം പോയി. അവിടുന്ന് വൈകിട്ട് ഒറ്റയിൽ തന്നെ തിരിച്ചു വന്നു. അതായത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴി പ്ലാൻ ചെയ്യുക. ഇപ്പൊ നമ്മൾ എത്ര ദൂരമാണ്, ഇപ്പൊ തിരുവനന്തപുരം പോകാന്നുണ്ടെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കൊരു 30% ഒക്കെ നമ്മുടെ ആ 30% ചാർജ് ആകുമ്പോൾ ഒരു 80-100 കിലോമീറ്റർ ബാലൻസ് നമുക്ക് ഓടുമെന്ന് കാണിക്കുമ്പോൾ ആ പോണ വഴിക്ക് എത്ര ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഒരു ചാർജ് സ്റ്റേഷൻ നമുക്ക് വർക്ക് അല്ലെങ്കിലും അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ആക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പുള്ള രീതിക്ക് നമ്മൾ പ്ലാൻ ചെയ്യുക. ആ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ മാക്സിമം 120 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും നമ്മൾ ഓടുക. 3 മണിക്കൂറിനിടയ്ക്ക് നമ്മൾ എന്തായാലും ഒരു ചായ കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാനോ നമ്മൾ വണ്ടി നിർത്തണം. ആ നിർത്തുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് നിർത്തുക. പിന്നെ ചാർജ് സ്റ്റേഷൻ ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും തന്നെയൊക്കെ ആയി വരുന്നുണ്ട്. ചില ഏരിയകളിൽ മാത്രമാണ്. അത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങള് ഇവിടെ മൂന്നാർ പോയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ട്രിപ്പ് പോയേക്കുന്ന ഇവിടെ ആതിരപ്പള്ളി കൂടി, പൊള്ളാച്ചി, അങ്ങനെ വാൽപ്പാറ കൂടി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. വാൽപ്പാറയൊക്കെ ഭയങ്കര കയറ്റങ്ങളും അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ വാൽപ്പാറ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരുപാട് ചുരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീജനറേഷൻ പ്രോസസ് അങ്ങോട്ട് കയറുമ്പോൾ കയറ്റമാണ്. പക്ഷെ അങ്ങോട്ട് കയറുന്നത് കുറച്ച് നമുക്ക് റിസ്കി ആയിട്ടുള്ള ഏരിയാസ് ആണ്. അത് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ് ഞാനും എന്റെ വൈഫും കസിനും കൂടെയാണ് അങ്ങോട്ട് പോയത്. അത് ശരിക്കും ഇതിന്റെ അകത്ത് ശരിക്കും പലരും പറഞ്ഞു പേടിപ്പിക്കുക അങ്ങനെയുള്ള ഇതൊക്കെയാണ് തെറ്റിദ്ധാരണകളാണ് കൂടുതൽ. എനിക്ക് പറയാനുള്ള EV എടുക്കാൻ പോകുന്നവരാണല്ലോ ആരാണെങ്കിലും നിങ്ങൾ ആ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. കറക്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു നോക്കുക. അതിന് പവർ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക, എത്ര റേഞ്ച് കിട്ടുന്നുണ്ടെന്നുള്ളത് കറക്റ്റ് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കുക. മീൻസ് അതിന് ഒരു കുറ്റമായിട്ടല്ല, നമുക്ക് എനിക്ക് അങ്ങനെ ഒരു പേടി അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ഞാൻ എവിടെ ചാർജ് സ്റ്റേഷൻ ഉള്ളതെന്ന് ആദ്യം തന്നെ അന്വേഷിച്ചു. ഞങ്ങളൊരു ഇലക്ട്രിക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ വിളിച്ചിട്ട് എവിടെ ചാർജ് സ്റ്റേഷൻ, അപ്പം പറഞ്ഞു ചാലക്കുടിയിലുണ്ട്, ആതിരപ്പള്ളിയിലുണ്ടെന്ന് പറഞ്ഞു. ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾ ഫുൾ ചാർജ് ആക്കിയതിനു ശേഷം ഞങ്ങൾ ആതിരപ്പള്ളി വാൽപ്പാറ കൂടി തിരിച്ചു വന്ന് വേലന്താവളത്ത് വന്നിട്ടാണ് ഞങ്ങൾ ചാർജ് ചെയ്തത്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവിടുന്ന് ഞാൻ വേലന്താവളത്ത് കുറച്ച് ചാർജ് ചെയ്തിട്ട് പാലക്കാട് വന്നു കഴിഞ്ഞപ്പോൾ പാലക്കാട് നല്ല അടിപൊളി ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് വെയിറ്റ് ചെയ്ത് ചാർജ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ ഗുരുവായൂരോട് പോയിട്ടാണ് വന്നത്. അതായത് അത്ര ലോങ് ദൂരം ഞങ്ങൾ സഞ്ചരിച്ചു. എനിക്ക് ആ പോയപ്പോ എനിക്ക് 372 വരെ ക്ലസ്റ്റർ കാണിച്ചു. ഏകദേശം ഒരു 350 കിലോമീറ്ററോളം കിട്ടി. ഈ നെക്സോൺ EVയിലേക്ക് വരുമ്പോഴും ടിയാഗോ EVയിലേക്കൊക്കെ വരുമ്പോഴത്തേനും അവര് പറയുന്ന ഈ ഒരു കസ്റ്റമേഴ്സിന്റെ ഒരു മെയിൻ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പറയുന്ന റേഞ്ചിനേക്കാൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമുക്ക് കിട്ടുന്നുള്ള. അപ്പൊ ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം, അതായത് എങ്ങനെ വേണം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ആൾട്ടർ ചെയ്യാന്നുള്ള രീതിക്കാണ് ടാറ്റ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് റിയർ വീൽ ഡ്രൈവ് വണ്ടിയെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആക്കണോ, അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ്, അങ്ങനെ എന്ത് വേണമെങ്കിലും. അതുപോലെ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും അതിന്റെ ഒരു മേജർ ഡിഫറൻസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ റേഞ്ചിൽ പ്രകടമായിട്ട് കാണുന്നുണ്ടല്ലേ. നെക്സോണിലാണെങ്കിൽ നെക്സോൺ EVയിൽ പലരും പറയുന്നത് ആ റേഞ്ച് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ലെന്നുള്ളൊരു, പക്ഷെ ഇതിനെ ഓൾമോസ്റ്റ് അതിന്റെ അടുത്ത് കിട്ടുന്നുണ്ടെന്നാണ് അതിന്റെ ഒരു വണ്ടിയിലൊക്കെ എത്തുന്ന നേരത്തെ തന്നെ. ഞാൻ എടുക്കുന്ന സമയത്ത് നെക്സോൺ ഉണ്ടായിരുന്നു, ടിയാഗോ ഉണ്ടായിരുന്നു, MGയുടെ വണ്ടികളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എല്ലാം നോക്കി. മഹേന്ദ്രയുടെ വണ്ടികളുണ്ടായിരുന്നു.
എല്ലാം നമ്മൾ നോക്കുമ്പോൾ അതിന്റെ വില കാര്യങ്ങൾ അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം നോക്കണമല്ലോ. അതെ അതെ എനിക്ക് നെക്സോൺ എന്ന് പറഞ്ഞ ഒരു 23 ലക്ഷം രൂപയൊക്കെയാണ്. ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്ന ടോപ്പിന്റെ ആണ്. എനിക്ക് 15,62,000 രൂപയാണ് അയക്കുന്നത്. നെക്സോണിന്റെ അല്ല, ഇതില് നമുക്ക് ടോപ്പിനാണോ ടോപ്പിന്റെ തൊട്ട് താഴെ. താഴെ? ഓക്കേ. അതായത് സൺറൂഫ് ഉള്ള ഒരു വേരിയന്റ് കൂടെയാണ് മേലുള്ള ടോപ്പിന്റെ തൊട്ട് താഴെ. അതാണ് നെക്സോൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 23 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും നമ്മൾ ആ റേഞ്ച് ഒക്കെ എടുത്തു കഴിയുമ്പോൾ. പിന്നെ ടിയാഗോ എന്ന് പറയുമ്പോൾ ഒരു 11 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു ആ സമയത്ത് വില വരുന്നത്. ഓക്കെ. അപ്പോ ടിയാഗോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വണ്ടിയാണ്. എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കോമറ്റിനോട് ഒട്ടും താല്പര്യമില്ല. വേറെ MG വണ്ടി ബാക്കിയുള്ള വണ്ടികളൊക്കെ ടൈപ്പ് ഒരു അതെ അത് തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം. അതിപ്പോ ഹൈറ്റിലിങ്ങനെ അത് യാത്രാസുഖത്തിലും അതുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള വണ്ടികളെല്ലാം നോക്കി കഴിഞ്ഞപ്പോ വില കൊണ്ടും XUV ടൈപ്പ് വന്നാൽ എനിക്ക് പഞ്ചാണ് സെലക്ട് ആയത്. അപ്പൊ പിന്നെ പഞ്ചിനെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. നോക്കി കഴിഞ്ഞപ്പോ ഇതിനകത്ത് 360 ക്യാമറ വരുന്നുണ്ട്, ഇൻഫോടൈം സിസ്റ്റം അടിപൊളിയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വരുന്നത് ഹാർമന്റെ സ്പീക്കേഴ്സ് നമ്മള് വേറെ ഒരു ടാറ്റ വാഹനത്തിലും കിട്ടാത്തത്ര ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് കിട്ടും. വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് സിസ്റ്റംസ് അവൈലബിൾ ഇൻ കറന്റ് ആയിട്ടുള്ള ഇതില് വന്നിരിക്കുന്ന നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വന്നിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് സിസ്റ്റത്തിൽ ഒന്നാണ് ഈ പഞ്ച് EV വന്നിരിക്കുന്നത്. അത് ഫസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒന്ന് ഇതിന്റെ ഒരു നോയിസ് ക്യാൻസൽ ആയിട്ടുള്ള ക്യാബിനും ആസ് വെൽ ആസ് ഇതിന്റെ ഒരു ആ ഒരു സ്പീക്കർ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹർമന്റെ ഓഡിയോ ഇതും കൊണ്ടാണ് സെറ്റ് മ്യൂസിക് സിസ്റ്റം ആണ്. അത് പറയാതിരിക്കാൻ വയ്യ. കാര്യം ഞാൻ വണ്ടി എടുത്ത് വന്ന ആ സമയത്ത് ഞാൻ ഇതിട്ട് വണ്ടടിച്ചു പോയിട്ടുണ്ട് ഇതാന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സൗണ്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് രണ്ടും വലിയ സീറ്റാണ് വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും ഇതൊക്കെ പുതിയ ഫീച്ചേഴ്സ് നമ്മുടെ ഇടയിലേക്ക് വന്ന പുതിയ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ വെറുതെ ഗിമ്മിക്കാണെന്ന് ചിന്തിച്ചിട്ടിരുന്ന സമയത്ത് നിന്നാണ് നമ്മള് അതും എക്സ്ട്രീം ഹോട്ട് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ ആ ഒരു കാലാവസ്ഥ കഴിഞ്ഞ ഇപ്പോഴാണ് മഴ വന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന ആ സമയത്താണ് വണ്ടി എടുത്തതും നമുക്ക് പുറത്തുനിന്ന് അകത്ത് കയറിയിട്ട് വെന്റിലേറ്റർ സീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനുള്ള ഒരു നമ്മുടെ ശരീരം മൊത്തം പെട്ടെന്ന് തണുക്കുന്ന ഒരു വളരെ യൂസ്ഫുൾ ആണ് വെന്റിലേറ്റർ സീറ്റ്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം ഫീച്ചർ റിച്ച് ആയിരുന്നു. അത് വെച്ചാൽ ഞാൻ ഇപ്പോഴും പല കാര്യങ്ങളും ഇപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതുപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മള് യൂസ് ആയി വരും. ഇപ്പൊ നമ്മള് പെട്ടെന്ന് പോയിട്ട് ഒരു കട്ടറിലേക്കൊക്കെ ചാടുവാണെങ്കിൽ ഫോറിൻ ടിക്കറ്റ് ഒക്കെ എത്തി നമുക്ക് പെട്ടെന്ന് ഒരു അലേർട്ട് തരും. വണ്ടി പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഇതൊക്കെ വരും. പിന്നെ എല്ലാം കൂടി ട്രാക്ഷൻ കൺട്രോളും അതുപോലെ ഹിൽ ഹോൾഡ് ഹിൽ ഡിസൈൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഫീച്ചേഴ്സിന്റെ നോക്കിയപ്പോ എനിക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അത്രയ്ക്കധികം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എടുക്കുമ്പോ ഇനി ഉടനെ വണ്ടി വേറെ ഒരെണ്ണം മാറി എടുക്കത്തോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പൊ എനിക്ക് എന്റെ ഓട്ടത്തിന് എനിക്ക് എങ്ങനെ പോയാലും ഒരാഴ്ചയില് 1000 കിലോമീറ്റർ അടുത്ത് തന്നെ ഞാൻ ഓടുന്നുണ്ട്. വീട്ടിലെ ആവശ്യത്തിന് എന്റെ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ. അതുപോലെ നന്നായിട്ട് ഓടുന്നുണ്ട്. ചില ആഴ്ചകൾ മാത്രമാണ് ഓട്ടം കുറവ് വരുള്ളൂ. അപ്പം അതിലേക്ക് എക്സ്പെൻസിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോ നമ്മളിപ്പോ ഓൾമോസ്റ്റ് എല്ലാ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റിൽ ഉറപ്പായിട്ടും ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോ ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ നല്ല വാട്ടർ ലോക്ക്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളം കയറുന്ന ഏരിയാസിൽ നമുക്ക് അങ്ങനെ ഷോറൂമിൽ എന്തെങ്കിലും അഡ്വൈസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഫസ്റ്റ്. അതായത് നമുക്ക് വാട്ടർ ലോക്ക്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ വണ്ടി കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാരണം ബാറ്ററി പാക്ക് ഇരിക്കുന്ന വണ്ടിയുടെ താഴെ ആയതുകൊണ്ട് ഓഫ്കോഴ്സ് ഇതിന് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര mm 200 mm സംതിങ് 198 ഓൾമോസ്റ്റ് 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പൊ എങ്കിൽ പോലും ഈ ഒരു വാട്ടർ ലോക്ക്ഡ് ഏരിയാസിൽ പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഷോറൂമിൽ പറഞ്ഞിരുന്നു? ഒരുപാട് വെള്ളക്കെട്ടുള്ളിടത്തേക്ക് ഇറക്കരുതെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് EVക്ക് വേണ്ടി ആക്ച്വലി IP67 വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാറ്ററി പാക്ക് ആണ് വരുന്നത്. എന്നാൽ പോലും നമുക്ക് വെള്ളക്കെട്ടിലേക്ക് ഇറക്കരുതെന്ന് തന്നെയാണ് കമ്പനി തന്നേക്കുന്ന നിർദ്ദേശം. ഓക്കെ. അപ്പൊ ഈ ഒരു 10,000 കിലോമീറ്റേഴ്സിൽ നമുക്ക് സർവീസ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. എത്ര സർവീസ് കഴിഞ്ഞു? 2 സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് 1000-2000 ഇടയ്ക്കായിരുന്നു. അങ്ങനെ കോസ്റ്റ് ഒന്നും ഉണ്ടായില്ല. സർവീസ് ചെയ്ത് ബാക്കി ഇതിന്റെ കൂളന്റ് ഒക്കെ ചെക്ക് ചെയ്യുക, സിസ്റ്റം ചെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത് 7500 ഒരു സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു 1800 രൂപയാണ് എനിക്ക് കോസ്റ്റ് വന്നത്. ഗിയർ ഓയിൽ എന്ന് പറയുന്ന ഓയിൽ ഉണ്ട്, അതിന് വന്നേക്കുന്ന കോസ്റ്റ് ആണ്. നമ്മുടെ ട്രാൻസ്മിഷൻ ഓയിൽ. അതെ. അതിന് വന്നേക്കുന്ന ഒരു കോസ്റ്റ് മാത്രമാണ് വന്നേക്കുന്നത്. ബാക്കി വേറെ സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അതെ, അതായത് ഈ ടാറ്റയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എല്ലാവരും പറയുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് സർവീസ് ഭയങ്കര ശോകമാന്നുള്ളൊരു. ഇത്തരത്തിൽ നമുക്ക് അങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അല്ലേ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല.
സർവീസിന്റെ അടുത്ത് ഇതിന് കുഴപ്പമൊന്നും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ നമ്മള് സ്വന്തം വണ്ടിയുടെ നെഗറ്റീവ്സ് പറയാൻ കുറച്ച് ഓഫ്കോഴ്സ് അങ്ങനെയാണ് എല്ലാവരും. അപ്പോ എന്തായാലും നമുക്ക് ഒരു വണ്ടിയും ഒരു കാറും ഒരു വാഹനവും പെർഫെക്റ്റ് 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. കാരണം റിക്വയർമെന്റ് വെച്ചിട്ട് അങ്ങനെ എങ്ങനെ വെച്ചാലും കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടാവും. അപ്പൊ ഇത്രയും ആയ സ്ഥിതിക്ക് ഇത്രയും കിലോമീറ്റേഴ്സ് റൺ ചെയ്ത സ്ഥിതിക്ക് എന്താണ് താങ്കൾക്ക് തോന്നിയിരിക്കുന്ന കുറച്ച് നെഗറ്റീവ്സ് ഈ ഒരു വണ്ടിയിൽ? നെഗറ്റീവ്സ് എന്ന് പറയാമെന്ന് അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ വേറെ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എന്നിരുന്നാലും ഇൻഫർടൈൻ സിസ്റ്റത്തിൽ എനിക്ക് കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചില സമയത്ത് നമ്മള് വണ്ടി കണക്ട് ചെയ്തിട്ട് പോകുന്ന സമയത്തൊക്കെ ലാഗായിട്ട് നമുക്ക് ഇടയ്ക്ക് കട്ടായി പോകും. നമ്മൾ പാട്ടൊക്കെ വെച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് പാട്ട് ഓഫ് ആയി പോകും. ചില മാപ്പ് കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ പെട്ടെന്ന് മാപ്പിന്റെ ഇതെല്ലാം ക്ലോസ് ആയിട്ട് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴായിരിക്കും പിന്നെ ഇത് വരുന്നത്. പിന്നെ എനിക്ക് ആർക്കിഡോ TV എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ തന്നെ ഒരു ഫീച്ചർ ഉണ്ട്. എന്തോ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് അതെ അതെ, നമുക്ക് വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ഹോട്ട്സ്റ്റാർ അങ്ങനെയുള്ള യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നമുക്ക് ഇതിന്റെ തന്നെ ഉപയോഗിക്കാം. അതൊന്നും എനിക്ക് ചില സമയത്ത് എററായിരുന്നു. എനിക്കത് റീസെറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് നമ്മളൊരു സിസ്റ്റമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് റീസെറ്റ് ഇത് നമുക്ക് തന്നെ വണ്ടിയെ തന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഈ മ്യൂട്ട് ബട്ടണും അങ്ങനെ നമുക്ക് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അങ്ങനെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ശരിയായി. പക്ഷെ എന്നാലും ഇതിന്റെ കമ്പനി എന്ന് പറഞ്ഞത് ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരാനുണ്ട്. അടുത്ത സർവീസിലായിരിക്കും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്നത്. ആ സമയത്ത് ആകുമ്പോഴത്തേക്കും അതെല്ലാം ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും നെഗറ്റീവ്സ് കാര്യങ്ങളുണ്ടോ? വേറെ നമുക്ക് ഈ 360 ഡിഗ്രി ക്യാമിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും? ഇത് നൈറ്റ് കണ്ടീഷൻസിലൊക്കെ വിസിബിലിറ്റി വരുന്നത്? നൈറ്റ് കണ്ടീഷനിൽ ഇച്ചിരി ഷോകാണെന്ന് തന്നെ പറയണം. ക്യാമറ 360 നമുക്ക് ഒരു ഉണ്ടാവില്ല. പിന്നെ ബാക്കിലെ ആണെങ്കിലും റിവേഴ്സ് പോകുമ്പോഴുള്ള ലൈറ്റ് ആണെങ്കിലും ഭയങ്കര ശോകമാണ്. അതൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലാതെ അടിപൊളിയാണ്. നമുക്കിപ്പം ഒരു ഇടുങ്ങിയ വഴി കൂടെ പോവാണെങ്കിൽ രണ്ട് ടയറിലും എങ്ങനെയാ പോകുന്നുള്ള കറക്റ്റ് വ്യൂ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. പല തരത്തിലുള്ള ആംഗിൾസിൽ നമുക്ക് ഇപ്പൊ ലെഫ്റ്റ് സൈഡ് തന്നെ വേണം, റൈറ്റ് സൈഡ് തന്നെ വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു വ്യൂ മാത്രമായിട്ട് എടുക്കാൻ പറ്റും. ഫ്രണ്ട് മാത്രമായിട്ട് ഇപ്പൊ ഫ്രണ്ടിൽ ഇപ്പൊ നമുക്ക് ഇച്ചിരി ഒരു ബിൽഡിങ്ങിനോട് ചേർത്ത് നിർത്താന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട് വ്യൂ മാത്രം ഇട്ട് കഴിഞ്ഞാൽ കാണാനൊക്കെ പറ്റും. അതൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ വേറെന്താ? പിന്നെ ഒരു എന്ന് പറഞ്ഞാല് നമുക്ക് എനിക്ക് മഹേന്ദ്രയുടെ വണ്ടിയും ടാറ്റയുടെ വണ്ടിയും വെച്ച് നോക്കി കഴിഞ്ഞപ്പോ ഈ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ, നമ്മൾ ചാർജിങ് സ്റ്റേഷൻ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സ്കാനർ വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മള് എന്നിട്ടാണ് ചാർജ് ചെയ്യുന്നത്, ഗണ്ണ് കണക്ട് ചെയ്ത്. അപ്പൊ ഈ വണ്ടി ആ ഗണ്ണ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. അത് ഞാനും ഈ വണ്ടി കൊണ്ട് ചെന്നപ്പോ തന്നെ മഹേന്ദ്രയുടെ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ കണക്ട് ആവണില്ലായിരുന്നു. പക്ഷെ മഹേന്ദ്രയുടെ അത് കുറച്ചുകൂടി ഈസിയാണ്. അത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ ഇട്ട് വണ്ടി ലോക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് ഗണ്ണെടുത്ത് കണക്ട് ചെയ്യുന്നതാണ്. അതിലാ ഒരു ചെറിയൊരു ഗ്യാപ്പ് എന്തോ ഒരു സോഫ്റ്റ്വെയറിൽ എറർ എന്തോ ഉണ്ട്. അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ചാർജ് സ്റ്റേഷനിൽ കുഴപ്പമില്ല, പുതിയ ചാർജ് സ്റ്റേഷനിൽ വരുന്നതിന് ചിലത് കുഴപ്പമില്ല. അങ്ങനെ ബുദ്ധിമുട്ട് ഈ KSB ചാർജ് സ്റ്റേഷനിലുമാണ് മെയിൻ ആയിട്ട്. അത് ചിലത് KSB ചാർജ് ഇടേണ്ടതാണ്. എന്നാലും ഇതിൽ ഒരു ചെറിയൊരു ഇതുണ്ട്. അത് ഞാൻ പറഞ്ഞ ഒരു അപ്ഡേഷൻ വരുമ്പോൾ ശരിയാവുമെന്നാണ് പറയുന്നത്. സോ അപ്പോ ഓവറോള് നമ്മുടെ ഈ പോസിറ്റീവ്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ നെഗറ്റീവ്സ് ആണ് നമുക്ക് ഇതിൽ ആക്ച്വലി പറയാനുള്ളൂ. അതായത് എങ്ങനെയാന്ന് വെച്ചാല് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്കിപ്പോ ഈ വണ്ടി എനിക്ക് എടുത്തുകൊണ്ട് നമ്മളിപ്പോ ആരെടുക്കുവാണെങ്കിലും അവർക്ക് സ്ഥിരമായിട്ടൊരു 60-80 കിലോമീറ്റർ മേളില് സ്ഥിരം ഓട്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് EV യൂസ്ഫുൾ ആണ്. EV ആണ് അവർക്ക് നല്ലത്. അത് ചെലവുകൾ നമ്മൾ കണക്ക് കൂട്ടി കഴിയുമ്പോൾ അത് പെട്രോളിന് ഡീസൽ ഉപയോഗിക്കുന്നതിന് 3-1 എക്സ്പെൻസ് ആണ് നമുക്ക് EV ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്നുള്ളൂ. അതൊന്ന്. പിന്നെ നമ്മുടെ ഇതിന്റെ യാത്ര സുഖം. ഞാനിത് കണ്ടിന്യൂസ് 3 മണിക്കൂർ വരെ ഓടിച്ചിട്ടുണ്ട്. 3 മണിക്കൂർ ഓടിച്ച് നിർത്തി എന്താന്ന് വെച്ചാൽ 2 മണിക്കൂർ കഴിയും പറയും നിങ്ങൾ കഴിച്ചിട്ട് എല്ലാം ഉണ്ടല്ലോ, എന്ത് കേസ് ഡോർ ഓപ്പൺ ആയാലും എല്ലാ കാര്യങ്ങളും വോയിസ് കമാൻഡ്സ് ആയിട്ട് നമ്മൾ അറിയിക്കുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അത് വളരെ യൂസ്ഫുൾ. നമുക്ക് ഈവൻ മീറ്ററിൽ കാണിക്കുമെങ്കിൽ പോലും നമ്മൾ ചിലപ്പം അതുപോലെ തന്നെ കീ എടുക്കാനുള്ള റിമൈൻഡർ ഉണ്ട്, കീ അകത്ത് വെച്ച് മറക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് റിമൈൻഡേഴ്സ് നമ്മൾ വോയിസ് കമാൻഡ്സ് ആയിട്ട് ടാറ്റ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഇതിനകത്ത് ഞാൻ ആ 3 മണിക്കൂർ നിർത്തിയെന്ന് വെച്ചാൽ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ 2 മണിക്കൂർ വണ്ടി ഓടിച്ചു, അതിനുശേഷം പറഞ്ഞു 3 മണിക്കൂർ നിങ്ങൾ വണ്ടി ഓടിച്ചു. പിന്നെ ഞാൻ അത് ഒരു കണ്ടിന്യൂസ് ഞാൻ മടുത്തിട്ടല്ല, വണ്ടി ഇതിങ്ങനെ ഇതുകൂടെ കിട്ടിയോണ്ട് ഞാനൊരു ഇതിന് വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനത് വണ്ടി ഒന്ന് ഓഫ് ആക്കിയിട്ടേ ഉള്ളൂ. യാത്രാസുഖം അത് പറയേണ്ടത് തന്നെയാണ്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. 3 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ഓടിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ തൊടുപുഴയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പാലാ വഴി കാഞ്ഞിരപ്പള്ളി എത്തി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുട്ടിക്കാനം കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പുതലയോടൊക്കെ ഞാൻ അങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഉപ്പുതലയ്ക്ക് അടുത്ത് എത്താറായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ
വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അതുവരെ ഞാൻ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. യാത്രാസുഖം അടിപൊളി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ശേഷം വണ്ടി ഓടിച്ചത്. പിന്നെ 2-3 മണിക്കൂർ വണ്ടി ഓടിച്ചത് ഞാൻ തന്നെയായിരുന്നു. ഓക്കെ. ഞാനിനി ഡ്രൈവ് ചെയ്യാൻ പോവാണ്. അപ്പോ നമ്മൾ ഓൾമോസ്റ്റ് ചാർജിങ്ങിന്റെ കേസ് പറഞ്ഞു. നമ്മളൊരു യാത്ര പോകുമ്പോൾ എങ്ങനെയാണ് ഒരു EV വെച്ചിട്ട് പ്ലാൻ ചെയ്യേണ്ട കേസ് പറഞ്ഞു. അതുപോലെ പിന്നെന്താ ഈ വണ്ടിയുടെ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ടോട്ടൽ കോസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കേസും പറഞ്ഞു. അപ്പോൾ നെഗറ്റീവ്സ് ആയിരുന്നു പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പോ ഓൾമോസ്റ്റ് 3-4 നെഗറ്റീവ്സ് പറഞ്ഞു. ഇനി ബാക്കി വേറെ എന്തെങ്കിലും നെഗറ്റീവ്സ് നമുക്ക് ഇതുവരെ ഈ ഒരു ഇത്രയും കിലോമീറ്റർ റണ്ണിങ്ങിനിടയ്ക്ക് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതായത് പിന്നെ നെഗറ്റീവ് തോന്നിയെന്ന് വെച്ചാല് നമ്മുടെ കീ നമ്മുടെ മിക്ക സമയത്തും നമ്മൾ മറക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോക്കറ്റിലായിരിക്കും ചില സമയത്തൊക്കെ വെക്കുന്നത്. അതെ. ഈ രാത്രി സമയങ്ങളിലാണ് എനിക്ക് അതിന്റെ മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ട് വന്നേക്കുന്നത്. നമ്മള് വീട്ടില് ചിലപ്പോൾ രാത്രി 11 മണി 12 മണിയൊക്കെ ആയിട്ട് ആണ് ചിലപ്പോൾ എത്താറ്. ആ സമയത്തൊക്കെ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പൊ നമ്മള് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് നമ്മൾ കീ കൊണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ അതിന്റെ ഒരു അലാറം ഉണ്ട്. അത് ഭയങ്കര സൗണ്ടാണ്. അത് മറ്റു ചില വണ്ടിക്ക് ഞാൻ കണ്ടേക്കുന്നത് വെച്ചാൽ അത് ചെറിയൊരു നമ്മളൊരു റിമൈൻഡ് ചെയ്യുക ചെറിയൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ശരിക്കും ഹോൺ അടിക്കുന്നേക്കാൾ ആ ഒരു സൗണ്ടിൽ തന്നെ ഇങ്ങനെ നമ്മുടെ അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അത് ഒരു ഉപയോഗത്തിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. എന്നാലും അതിന്റെ സൗണ്ട് ഇച്ചിരി കൂടുതലാണ്. അത് രാത്രി നമ്മളാ വീട്ടിൽ ചെല്ലുന്ന രാത്രി സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ ചെന്നുള്ള കാര്യം അവിടെയും അടുത്തുള്ള വീടുകാരെ എല്ലാവരെയും അറിയിക്കും എന്നുള്ള രീതിക്കാണ്, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിക്കാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കില് AC വെന്റ് ഇല്ല, റിയർ AC വെന്റ് നമുക്ക് വരുന്നില്ല അതിന്റെ അകത്ത്. അതൊരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് പല വണ്ടികൾക്കും ഇപ്പം പുതിയ വരുന്ന വണ്ടികൾക്ക് എല്ലാം അത് വരുന്നുണ്ട്. അവർക്ക് അതും കൂടെ ഒന്ന് ആഡ് ചെയ്യായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതായിരുന്നു. അതിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് ചില സമയത്തൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ AC ഇട്ടുന്ന കുറച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഫുള്ളായിട്ട് തണുക്കും. പുറകെ ഇരിക്കുന്നവരാണ് പറയും AC ഇത്രയും വേണ്ട, കുറച്ചിട്ടോളാൻ പറയും. ആ രീതിക്കുള്ള തണുപ്പാണ്. പക്ഷെ പുറകിലൂടെ AC ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. നമ്മൾ ഇത്ര ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അതെ. അതിന് പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയർ AC വെന്റ് വരുന്നതുകൊണ്ട്, പക്ഷെ അത് കറക്റ്റ് സ്ഥലത്ത് അലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നടുക്കിരിക്കുന്ന അല്ലെങ്കിൽ സെന്ററിൽ ഇരിക്കുന്ന ഒരു പക്ഷെ ഇരിക്കുന്ന ആൾക്ക് 3 പേര് നമ്മൾ പലപ്പോഴും ട്രാവൽ ചെയ്യാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോൾ 3 പേരാണ് ട്രാവൽ ചെയ്യാറ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേനും നടുക്ക് ചിലപ്പോൾ സ്പേസിന് ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ 3 പേർ കംഫർട്ട് ആയിട്ട് ഇരിക്കാം. സംടൈംസ് നമ്മുടെ ഈ ഒരു എക്സ്ട്രീം ഹോട്ട് ക്ലൈമറ്റുകളിലൊക്കെ മാത്രമാണ് അങ്ങനെ ഒരു ഒരുപാട് ചൂടിന്റെ ഒരു പ്രശ്നം വരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റിൽ അത് എന്നാലും ഒരു ചെറിയ നെഗറ്റീവ് ആണ്. കാരണം ഇത്ര ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും ഒരു നമുക്കൊരു ഇതോടെ കൊടുക്കായിരുന്നു. പിന്നെ നമുക്ക് സെൻട്രൽ ആംബ്രസ്റ്റ് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നില്ല. അത് പക്ഷെ ഒരു വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നുമല്ല. ആ കപ്പ് ഹോൾഡേഴ്സ് എത്ര പേര് അവിടെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. സോ അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഇതിനെ നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ഈ പർപ്പസ് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ഒരുപാട് ലോങ് ആയിട്ട് ഈ യാത്ര ഡെയിലി യാത്രയുള്ള ആളുകൾക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പഞ്ച് ഡോട്ട് EV. നമ്മൾ ഇത്രത്തോളം ഏകദേശം ഇപ്പം നല്ലൊരു കിലോമീറ്റർ ട്രാവൽ ചെയ്തു ഇപ്പം ഈ ഒരു സമയം കൊണ്ട് തന്നെ. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന സസ്പെൻഷൻ സെറ്റപ്പ് ആയിക്കോട്ടെ, സസ്പെൻഷൻ ഒക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. നമുക്ക് ഈ ഒരു ബാറ്ററി പാക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെവി ലോഡ് വരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു അൺഇവൻ റോഡ്സിനെയും ബാഡ് റോഡ്സിനെയൊക്കെ സസ്പെൻഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ലോക്കിംഗ് ഉള്ള ഏരിയയിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഓഫ് റോഡ് പോകുന്നതിനൊക്കെ ആ സസ്പെൻഷൻ സെറ്റപ്പ് ക്യാപ്പബിൾ ആണ്. നമുക്ക് അകത്തിരിക്കുന്ന ആള് അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്ലാനഡ് ആണ് വണ്ടി. നമ്മൾ ഹൈ സ്പീഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കോർണറൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. കാര്യം നിലത്തുനിന്ന് പറയാതെ ആ ഒരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ബാറ്ററി പാക്കും അതുപോലെ വണ്ടിയുടെ ഓവറോൾ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പഞ്ച് ഡോട്ട് EV നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു യൂസർ റിവ്യൂ നമുക്ക് ഏകദേശം കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു സമയമായി. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാനോ കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവീസിന്റെ കാര്യം ചോദിച്ചു, ചാർജിങ്ങിന്റെ കേസ് ചോദിച്ചു, റേഞ്ചിന്റെ കേസ് പറഞ്ഞു, അതുപോലെ അങ്ങനെയുള്ള ഓൾമോസ്റ്റ് കേസുകളെല്ലാം പറഞ്ഞു. ഇനി എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടെങ്കിലോ സംശയങ്ങളുണ്ടെങ്കിലോ എടുക്കാൻ പ്ലാനുള്ള ആളുകൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അതിനൊരു ആൻസർ തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സോഫാ സോ ഗുഡ് ആണ്, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളെല്ലാം ഇതുകൊണ്ട് നടന്നു പോകുന്നുണ്ട്. ചാർജിങ്ങിന്റെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്നാൽ പോലും സ്റ്റിൽ നമുക്ക് ഈ ഒരു
ഇത്രത്തോളം യാത്രകളുള്ള ആൾക്ക് EV ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഒരുപാട് എന്താ തെറ്റിദ്ധാരണകളുണ്ട്. ഒരു പുതിയൊരു ഇത് വരുമ്പോൾ ഒബ്വിയസ്ലി അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് വരാനുള്ള പ്ലാനുകൾ നമ്മൾ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മാനുഫാക്ചറേഴ്സ് ആണെങ്കിൽ പോലും EV ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ക്ലീൻ എനർജി എന്നുള്ള രീതിക്ക് EV പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വളരെ സൈലന്റ് ക്യാബിനാണ്, നല്ല യാത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മനോഹരമായ നല്ല യാത്രയ്ക്ക് അതിലൂടെ ഉള്ള ഈ ഒരു യൂസർ റിവ്യൂ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ ജിബിനെ, നമുക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് കൂടെ ഉണ്ടായിരുന്നതിനും വാഹനം നിന്നതിനും സോ താങ്ക്സ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് നമ്മുടെ ഓഡിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചോദിക്കും. അപ്പോൾ അതിനുള്ള മറുപടി നമുക്ക് ആ രീതിക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നമ്മുടെ യൂട്യൂബിലെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇത് ഒരു പാർട്ടായിട്ട് ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പാർട്ടായിട്ട് തന്നെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് പാർട്ടായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ബൈ പറയുകയാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹിയർ അഭിജിത്ത് രാമചന്ദ്രൻ സൈനിങ് ഓഫ്. ബൈ.